പ്രിയ സഹോദരങ്ങളെ, അനുഗ്രഹീതമായ ഒരു ആഴ്ചയുടെ ആരംഭ ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തിനെ ഉയർത്തിക്കൊണ്ട് പിതാവിന് നമുക്ക് നന്ദി പറയുവാൻ ഈ പ്രഭാതം ഉപയോഗിക്കാം. സ്വതന്ത്രം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദി പറയാം. യേശു ക്രിസ്തു മുഖേന നമുക്ക് എല്ലായിടത്തും ജയം തരാമെന്ന് പറഞ്ഞ നല്ല പിതാവിന് നന്ദി കരയേറ്റിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്ന വിധങ്ങൾക്കായി, ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി, അവിടുത്തെ കരുതലുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ സ്തോത്രം. ഐശ്വര്യസമ്പൂർണമായ ഈ ദിനത്തിന്റെ ആരംഭം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ ആഴ്ചയുടെ ആരംഭം തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയപ്പെട്ട ഒരാഴ്ചയായി, ഒരു ദിനമായി ഞങ്ങളുടെ ആഴ്ചയും ഈ ദിനവും തീരട്ടെ. ഉള്ളം കരങ്ങളിലേക്ക് തരുന്നു. പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. ഇൻ ജീസസ് നെയിം, ആമേൻ. നമ്മൾ വളരെ വേഗത്തിലൊരു വചനഭാഗം വായിക്കാൻ പോകണം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദപുസ്തകത്തിലൊരു ഭാഗമാണ് ഇയ്യോബിൻ്റെ പുസ്തകമാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് 42-ാം അധ്യായത്തിൻ്റെ 10-ാമത് വാക്യമാണ് വായിക്കുന്നത്. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ള വിഷയമാണ്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വിഷയം തന്നെയാണ്. അത് തന്നെയാണ് നമ്മളും പ്രാർത്ഥിക്കുവാൻ എടുത്തത്. സ്തോത്രം. ഇപ്രകാരമാണ് പറയുന്നത്. സ്തോത്രം. യഹോവ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം തൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനിടയായി തീർന്നു എന്നുള്ളതാണ് വചനഭാവം. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ സ്തോത്രം, എന്നെ ഹൃദയത്തിലേക്ക് ഓടി വന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. നമുക്ക് എത്ര പേർക്ക് അപ്രകാരം പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു? നമുക്കതിൻ്റെ പശ്ചാത്തലം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. തനിക്ക് അനുകൂലമല്ല, തനിക്ക് വിരോധമായി സംസാരിച്ചവരാണ്. സ്വതന്ത്രം. ദൈവസന്നിധിയിൽ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, ഇയ്യോബിനെ പറ്റി ഉത്തമമായത് പ്രസ്താവിച്ചില്ല എന്നാണ് അവരെ പറ്റി പറയുന്നത്. ഇയ്യോബിനെ പറ്റി ഉത്തമമായത്, എൻ്റെ ദാസന ഇയ്യോബിനെ പറ്റി അധമമായത് പ്രസ്താവിച്ചു, ഉത്തമമായത് പ്രസ്താവിച്ചില്ല. അങ്ങനെയുള്ള സ്തോത്രം വ്യക്തികൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയും? അപ്പോൾ ഇയ്യോബിൻ്റെ ഒരു ശീലമായിരുന്നു തന്നെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും തൻ്റെ സ്നേഹിതരായുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് സ്വർഗം അവൻ്റെ ഹൃദയത്തെ കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ ചുറ്റുവട്ടമുള്ള ആൾക്കാർ അവനോട് എങ്ങനെ പ്രതികരിക്കുന്നു, അവരെ പറ്റി എന്താണ് അവർക്ക് അവനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്, അതൊന്നും ഇയ്യോബിന് ബാധകമല്ല. കാരണം ഇയ്യോബിനെ പറ്റി അവർ തർക്കിച്ചു. ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരുത്തൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ദുരിതം വരുമോ, ഒരു ദുരന്തം വരുമോ, എന്തെങ്കിലും ഇവൻ കൊള്ളരുതായ്മ കാണിച്ചിട്ടായിരിക്കുമല്ലോ എന്നൊക്കെ അവർ വിമർശിച്ചു. എങ്കിലും ഇയ്യോബ് അവരെ പറ്റി ഒരു അധമമായതും പറയുന്നില്ല. തന്നെപ്പറ്റി മോശമായിട്ടും തൻ്റെ സാഹചര്യങ്ങളുടെ നടുവിൽ, തൻ്റെ കഷ്ടതയുടെ നടുവിൽ, തൻ്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ ഇത് വരുവാൻ എന്തോ ഒരു കാരണമുണ്ട് എന്നുള്ള ധ്വനി പെരുമാറ് അവനെതിരെ പഴി പറയാവുന്ന നിലയിൽ, ദുഷി പറയാവുന്ന നിലയിലൊക്കെ അവർ പ്രതിരോധമായി സംസാരിച്ചിട്ടും ഇയ്യോബ് അവരോട് തർക്കിക്കുവാനോ വാദിക്കുവാനോ അല്ലെങ്കിൽ സ്വതന്ത്രം തൻ്റെ ന്യായം തെളിവാക്കുവാനോ ഒന്നും താൻ അവിടെ ബന്ധപ്പെട്ടില്ല. കാരണം അവൻ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന സ്വതന്ത്രം ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരുന്നു. തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി, മുറ്റവർക്ക് വേണ്ടിയും ഉടയവർക്ക് വേണ്ടിയും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, സ്വതം സാഹചര്യങ്ങളുടെ മധ്യത്തിൽ എന്നെ നിങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നവരും അനുകൂലമായി പറയുന്നവരും കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. പക്ഷേ നമുക്ക് പ്രതികൂലമായിരിക്കുന്നവരും, നമ്മെ തള്ളിക്കളഞ്ഞവരും, നമുക്കെതിരെ സ്വതം ദൂഷി പറയുന്നവരും, എല്ലാത്തിനുമേയും കളവായി പറയുന്നവരും, നമുക്ക് സ്തോത്രം ഒരിക്കലും അംഗീകരിക്കുവാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്തവണ്ണം നമ്മളോട് പ്രതികരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ദൈവസന്നിധിയിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിടുതലിന് കാരണമായി തീരുന്നത്. ഇവിടെ നമുക്ക് പറയുന്നത് ഇയ്യോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി എന്ന് പറയുന്നത്. ഇയ്യോബിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് വേണ്ടി താൻ അന്നേരം പ്രാർത്ഥിക്കുകയല്ല, താൻ അവർക്ക് വേണ്ടിയും നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. തൻ്റെ പ്രിയപ്പെട്ടവർ, തന്നോട് എതിർത്ത് നിൽക്കുന്നതിൻ്റെ സ്നേഹിതരെ, തന്നെ കുറ്റപ്പെടുത്തുന്നവരെയൊക്കെ അവൻ പരിഭവങ്ങൾ വിചാരിക്കാതെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്വതന്ത്രം. അപ്പോഴാണ് കർത്താവ് ആ ഇയ്യോബിൻ്റെ പ്രാർത്ഥനയും ഇയ്യോബിൻ്റെ ഹൃദയവും കാണുന്ന ദൈവം തൻ്റെ സ്നേഹിതരെ ദൈവസന്നിധിയിൽ സ്വതന്ത്രം, ദൈവസന്നിധിയിൽ പോലും അവരെപ്പറ്റി പറയുന്നത് അതിൻ്റെ 47-ാം വാക്യത്തിൽ പറയുന്നത്, 7-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവസന്നിധിയിൽ പോലും അവര് ഇയ്യോബിനെ പറ്റി സ്വതന്ത്രം ഒരു നല്ല സാക്ഷ്യം അവർ പറയുന്നില്ല. സ്വതന്ത്രം. അങ്ങനെയുള്ള സ്വതന്ത്രം നമുക്കറിയാം. എലിസബത്തിനെയും ബിൽദാദിനെയും സ്വതന്ത്രനെയൊക്കെ അറിയാം. അവർ ഇവന്റെ ഉറ്റ ചങ്ങാതിമാരാണെങ്കിലും ദൈവസന്നിധിയിൽ പോലും നമുക്ക് നല്ല ഉറ്റ ചങ്ങാതിമാരൊക്കെ കാണും. അവർ ചിലപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുൻപിലൊക്കെ വളരെ കാര്യമായിട്ടാണെങ്കിലും നമ്മളെപ്പറ്റി പുറത്തൊരു അഭിപ്രായം പറയുമ്പോൾ അവരുടെ അഭിപ്രായം ചിലപ്പോൾ നമ്മളോട് കാണിച്ച സ്നേഹപ്രകാരമുള്ളൊരു അഭിപ്രായം ആയിരിക്കത്തില്ല. കഴിഞ്ഞ ഇടയിൽ സഹോദരൻ, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ നമ്മളെ ചങ്കും കരളും പോലെ സ്നേഹിക്കുന്നു എന്ന് തോന്നുന്ന ചില വ്യക്തികൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി, എല്ലാ വ്യക്തികളെയും പറയാൻ പറ്റത്തില്ല, ഒരു വ്യക്തി സ്വതന്ത്രം, അദ്ദേഹം ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, പിന്നെ അത്ര പോരാ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയെ പറ്റി ഒരു അഭിപ്രായം പറയുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഓരോരുത്തരെയും ഹൃദയം എത്രത്തോളമാണ് സ്തോത്രം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ എന്നുള്ളത് കർത്താവ് കാണുന്നുണ്ട്.
അതനുസരിച്ച് കർത്താവ് നമ്മളോട് ഇടപെടുന്നത്. സ്തോത്രം. നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ അന്തരീന്ദ്രിയങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ്. നീ നിന്റെ സ്നേഹിതനെ പറ്റി നിന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് നീ വേറൊരാളോട് പറയുന്നത് ആ സ്നേഹിതനെ അറിയുന്നില്ലെങ്കിലും സ്വർഗം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അത് വെച്ച് ദൈവം നിനക്ക് മാർക്കിടും, നിനക്ക് വിലയിടും. നിന്റെ അവസ്ഥകൾ, നിന്റെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ കാണും. നിന്നെ ഓർത്ത് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്നേഹിതനായിരിക്കും. ആ സ്നേഹിതനെ പറ്റി നിന്റെ അഭിപ്രായം ആരും അറിയാത്ത മറ്റൊരിടത്ത് അവനൊരു അഭിവൃദ്ധി, ഉയർച്ച ഉണ്ടാകുമെന്ന് കാണുന്നിടത്ത് നീ പറയുന്ന ഒരു അഭിപ്രായത്തിന്റെ കുഴപ്പമില്ല, അത്രയും പോരാ എന്നൊക്കെ പറയുന്നതിലുള്ള ഈ ചെറിയതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സ്നേഹിത അല്ലെങ്കിൽ ശുശ്രൂഷകരെ അല്ലെങ്കിൽ ബിസിനസ്സിൽ പങ്കാളികളെ അല്ലെങ്കിൽ സ്വതം കല്യാണം ആലോചിക്കാൻ വന്നെന്ന് പറഞ്ഞാൽ മതി. ഒരു ചെറുക്കനെ പറ്റി ചോദിക്കുക, എങ്ങനെ ഉണ്ടാവും മോൻ, എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ മറ്റേ അവിടുത്തെ സുസമാന്റെ മോനല്ലേ, കുഴപ്പമില്ല, പിന്നെ അത്ര പോരാ, നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാത്ത സ്ഥിതി എന്തായിരിക്കും അല്ലേ? അവരുടെ സ്നേഹിതർ, ആ കുടുംബത്തിലെ ആ കുടുംബവുമായി വളരെ ആത്മബന്ധമുള്ള ഒരാളാണ്, അവരുമായി ചേർന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു വാക്കാണ് അതെന്താണ് സംഭവിക്കുക? അപ്പൊ ദോഷം സംഭവിച്ചു, ദോഷം നിരൂപിച്ചു, അല്ലെങ്കിൽ ഉത്തമമായത് പറഞ്ഞില്ല. ദൈവസന്നിധി പറയാണ്, എലിസബത്തും ബിൽദാദും ഒക്കെ ഉത്തമമായത് ദൈവസന്നിധി സംസാരിച്ചില്ല ഈ അയ്യോബ്, എന്റെ ദാസനായ നിഷ്കളങ്കനായ മനുഷ്യനെ പറ്റി. സ്വതന്ത്രം. അത് കർത്താവ് കാണുക. എന്നിട്ടാണ് കർത്താവിനോട് പറയുന്നത്, നീ അവന്റെ അരികിൽ പോ, അവൻ നിനക്കായി പ്രാർത്ഥിക്കുമെന്ന് പറയുന്നത്. കർത്താവ് യോബിനോട് പറയുന്നില്ല ഇവർ വരുന്നുണ്ട്, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊന്നും പറയുന്നില്ല. കർത്താവിനറിയാം ഇവരവിടെ ചെന്നാൽ യോബ് പ്രാർത്ഥിക്കുമെന്നറിയാം. അതുകൊണ്ട് നിന്നെ ഓർത്ത് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്ന, ആ നിഷ്കളങ്കതയോടെ സ്വതന്ത്രം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നല്ല വാക്കുകൾ പറയുവാൻ നമുക്ക് കഴിയട്ടെ. സ്വതന്ത്രം. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യോബിനെ പോലെ നിങ്ങൾ ചിലപ്പോൾ നിഷ്കളങ്കമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. അവർ നിങ്ങൾക്ക് വിരോധമായി പലയിടത്തും സംസാരിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളെപ്പറ്റി മോശം അഭിപ്രായം ചിത്രീകരിച്ചിട്ടുണ്ടായി, നിങ്ങളുടെ സ്നേഹിതരാ നിങ്ങളെ ചിരിക്കും, തോളെ കൈയിടുകയൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ പറയുന്നുണ്ടാകും. പക്ഷെ നിങ്ങളൊന്നുകൊണ്ട് ആശങ്കപ്പെടേണ്ട. സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്, അവനത് കാണുന്നുണ്ട്. നിങ്ങൾ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കണം. നിന്റെ സ്നേഹിതന് വേണ്ടി, നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, നിന്റെ അയൽവക്കക്കാരന് വേണ്ടി, നിന്റെ ഓഫീസിലെ മേലുദ്യോഗസ്ഥർക്ക് വേണ്ടി, സഹപ്രവർത്തകർക്ക് വേണ്ടി, നിന്റെ പങ്കാളിക്ക് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്നെപ്പറ്റി എന്ത് മോശം അവർ പറഞ്ഞാലും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്റെ പങ്കാളിക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. സ്വർഗത്തിലെ ദൈവമാണ് നിന്റെ പ്രാർത്ഥനയെ കേൾക്കുന്നത്. അവർ നിനക്ക് വിരോധമായി പറഞ്ഞ, രഹസ്യമായി പറഞ്ഞതും പരസ്യമായി പറഞ്ഞതും എല്ലാം കണ്ടൊരു ദൈവമുണ്ട്. ദൈവം അവരെ നിന്റെ അടുക്കൽ അയക്കും. നീ പ്രാർത്ഥിച്ചവർക്ക് വിടുതലുണ്ടാകുവാൻ. ഇന്ന് പകൽ ഇതാണ് എൻ്റെ സന്ദേശം. സ്തോത്രം. നിങ്ങളുടെയും എന്റെയും പ്രാർത്ഥന നിലനിൽക്കട്ടെ, അത് നിന്നു പോകരുത്. എത്ര പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും, എത്ര യോബ് കഷ്ടതയുടെ നെല്ലിപ്പലകയിൽ നിൽക്കുകയാണ് അല്ലേ? തന്റെ ശരീരം പോലും ദ്രവിച്ചു. ആ അവസ്ഥയിലും തന്റെ സ്നേഹിതർക്ക് വേണ്ടി, തന്നെ പഴി പറഞ്ഞവരും തന്നെ നിന്ദിച്ചവരുമായിട്ടുള്ള തന്റെ സ്നേഹിതർക്ക് വേണ്ടി, തന്നെപ്പറ്റി നല്ല അഭിപ്രായം ഒരു കാലത്ത് പറഞ്ഞു, ഇപ്പോൾ തന്റെ അവശതയിൽ തന്നെ കുറ്റപ്പെടുത്തി തന്നെപ്പറ്റി ഒരു നല്ല അഭിപ്രായം പറയാതെ ഈ ഒളിഞ്ഞും തെളിഞ്ഞും തങ്ങൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന അവർ തന്റെ അരികിലേക്ക് വരുമ്പോൾ നിഷ്കളങ്കമായി ആദ്യം എങ്ങനെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നോ, തുടർമാനമായി ആ പ്രാർത്ഥന പോലെ തന്നെ അവർ അടുത്തു വരുമ്പോഴും അവരോട് ചോദിച്ചില്ല, നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞല്ലോ, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയല്ലോ, നിങ്ങൾ എന്നെ പറ്റി ഇല്ലായ്മ പറഞ്ഞത്, ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ട് നിങ്ങൾ എന്തിനോടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊന്നും ചോദിക്കാതെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിരുന്നു. നീ കഷ്ടതയിലായിരിക്കുമ്പോഴും നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. യേശു അതാണ് നമുക്ക് മാതൃകയാക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, സ്തോത്രം, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിപ്പീൻ, നിന്റെ ഒരു ചെകിട തടിക്കുന്നവർക്ക് മറു ചെകിട കാണിച്ചു കൊടുപ്പീൻ, ശത്രുവിനെ സ്നേഹിപ്പീൻ എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. കർത്താവ് ക്രൂശിൽ ഇത് കാണിച്ചു തന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവിന്റെ ആ സ്നേഹം നമ്മളിലേക്കും നിറയപ്പെടട്ടെ. ഇവർ ചെയ്യുന്നതെന്നറിയായാൽ ഇവരോട് പൊറുക്കണമേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. കാൽവറിയിൽ അപ്പുറം കുറ്റവാളിയായി കിടക്കുന്ന കള്ളൻ പറയാണ്, ഇന്ന് നീ എന്നെ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറയുമ്പോൾ ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിൽ ഇരിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. അത് യോബ് തന്റെ കഷ്ടതയിലും തന്റെ പ്രതിസന്ധികളിലുമൊക്കെ യേശു കാണിച്ച അതേ മാതൃകയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ, തന്റെ സ്നേഹിതരെ അനുഗ്രഹിക്കുക. കർത്താവും അത് തന്നെയല്ലേ, കള്ളനെ അനുഗ്രഹം നൽകുകയാണ്. സ്തോത്രം. അതെ, തന്നെ പിടിച്ചു കിട്ടി തന്നെ ക്രൂശിച്ചവരോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞെ, നിന്റെ ജീവിതത്തിലും ഇതുപോലെ കയ്പ് നീരുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നീ നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്റെ പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ ഉപദ്രവം നേരിടുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്റെ അയൽവക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്നെ തള്ളിക്കളഞ്ഞവർക്ക് വേണ്ടിയൊക്കെ നീ പ്രാർത്ഥിക്കുക. അത് നിന്റെ നിരന്തരമായ നിന്റെ ഒരു ജീവിത ശൈലിയായി മാറട്ടെ. അത് ഞങ്ങളുടെ വിടുതലിന് കാരണമായി തീരും.
ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. ഇന്ന് പകൽ എൻ്റെയും നിങ്ങളുടെയും സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തുവാൻ ഇടയാക്കി തരും. നമ്മുടെ പ്രാർത്ഥന ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട്. ഇതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലേ? ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമം മനസ്സിൽ കിടപ്പുണ്ടോ? അവർക്ക് വേണ്ടി നിങ്ങൾ ഇന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. അത് ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, കൂട്ടുകാരാകട്ടെ, അയൽവക്കക്കാരനാകട്ടെ, നിന്റെ കസിനാകട്ടെ, ആരുമായിക്കോട്ടെ, മാതാപിതാക്കൾ ആരായിക്കോട്ടെ, എവിടെ നിന്നായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, അതൊന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സ്തോത്രം പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നെ കേട്ടിരിക്കുന്നവർക്കറിയാം നീ ഉപദ്രവം നേരിട്ടിരിക്കുന്ന എവിടെ നിന്ന്. അവർക്ക് വേണ്ടി നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചേ, സ്നേഹത്തോടെ പ്രാർത്ഥിച്ചേ, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചേ, മനസ്സിലെ കയ്പ് മാറി പ്രാർത്ഥിച്ചേ. ഇയ്യോബ് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെയും നിങ്ങളുടെയും സ്ഥിതിക്ക് ഭേദം വരുന്നത് കാണുവാൻ നമുക്ക് കണ്ണാലെ കഴിയും. എനിക്ക് പൊറുക്കുവാൻ പറ്റുന്നില്ല പാസ്റ്ററെ. പൊറുക്കണം, പ്രാർത്ഥിക്കണം. കർത്താവ് നിന്റെ ജീവിതസ്ഥിതിയെ മാറ്റാൻ വേണ്ടിയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവായ യേശുവിന്റെ നാമത്തിൽ തിരുസനിലേക്ക് അടുത്തു വരികയാണ്. പിതാവേ, ഈ സ്തോത്രം അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. കർത്താവേ, ഈ സ്തോത്രം ഞങ്ങൾ പലപ്പോഴും കർത്താവെ ഞങ്ങൾക്ക് ശത്രുത അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കപ്പെട്ടവരേക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. ഇന്ന് കർത്താവെ അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവർ മനസ്സൊരുക്കം തരണമേ. നിന്ദിച്ചവരെയും അപമാനിച്ചവരെയും മാറ്റി നിർത്തിയവരെയും തള്ളിക്കളഞ്ഞവരെയും മുറിവേൽപ്പിച്ചവരെയും കുറ്റപ്പെടുത്തുന്നവരെയും ഇതല്ല കഥകൾ പഴികൾ പറഞ്ഞ് ദുഷിപ്പിച്ചവരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാനുള്ളൊരു കൃപ തരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളുടെ സ്ഥിതികളെ മാറ്റുന്ന നിലയിലുള്ള ഹൃദയംഗമായ ഒരു പ്രാർത്ഥനയ്ക്കായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും തരുന്നു, അനുഗ്രഹിക്കുന്നു. അവരുടെ വേദനകൾക്ക് കാരണമായ വ്യക്തികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുറിവുകൾക്ക് കാരണമായ വ്യക്തികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഉപദ്രവിച്ച വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കർത്താവേ സ്തോത്രം എല്ലാ കഥകളെല്ലാം പറഞ്ഞ് അപമാനിക്കപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് തിരിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥിതികളെ മാറ്റട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ സ്ഥിതികൾ മാറട്ടെ, ദുരിതങ്ങൾ മാറട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ, അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകട്ടെ. കർത്താവ് കടക്കണികളിൽ നിന്ന് വിമോചനം കൊടുക്കട്ടെ, പഠനങ്ങളിൽ അഭിവൃദ്ധി കൊടുക്കട്ടെ, ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കട്ടെ, ബിസിനസ്സിൽ ഉയർച്ച കൊടുക്കട്ടെ. അവരുടെ ജീവിത മേഖലകളിൽ എവിടെയായിരുന്നാലും കർത്താവേ സ്തോത്രം സകലരോടും ഇതുപോലെ പുറത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള അവസരമൊരുക്കി അവർ സ്ഥിതികളെ ഭേദമാക്കുന്ന ഒരു അത്ഭുത സാക്ഷ്യത്തിന് കാരണമാകട്ടെ. ഇന്ന് തൃക്കരങ്ങളിലേക്ക് തരുന്നു, കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു. ആദ്യമായി കേൾക്കുന്നവരെയും അനുഗ്രഹിക്കുന്നു. കൃപയുടെ കരങ്ങളിൽ തരുന്നു. പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. ഒരു മനോഹരമായ ആഴ്ച ആശംസിക്കുകയാണ്. ഈ ആഴ്ചയുടെ ആരംഭ ദിനമാണ് ഇന്ന്. നിങ്ങളെ ഈ ഒരു വചനം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉപദ്രവവും ദോഷവുമായിരുന്നെന്ന് തോന്നിയ സകലർക്കും വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു. വലിയ ദൈവമഹത്വം കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഇടയാകും. ഈ ആഴ്ച ഒരു ആനന്ദത്തിൻ്റെ ആഴ്ചയാകട്ടെ, ഒരു അനുഗ്രഹത്തിൻ്റെ ആഴ്ചയാകട്ടെ, ആശ്ചര്യജനകമായ സാക്ഷ്യങ്ങൾ പുറപ്പെടുന്ന ആഴ്ചയായി മാറും. നമുക്ക് ഒരുമിച്ച് ഈ വിഷയത്തിൽ ഒരു മെഡിറ്റേഷൻ എന്ന പോലെ നിരന്തരമായി നിങ്ങൾ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒന്ന് വേർതിരിക്കണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവ് നിങ്ങളുടെ സ്ഥിതികളെ മാറ്റട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പുതിയൊരാഴ്ച ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ലവ് യു. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു. നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിനടിയിലുണ്ട്. പ്രയർ റിക്വസ്റ്റിൽ ടെക്സ്റ്റ് ചെയ്യാം, സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാം, വിളിക്കാം. നമുക്ക് ഒരുമിച്ച് ദിവസത്തിൽ സന്തോഷിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം കാണും വരെയും ചിറകടിയിൽ നിങ്ങളെ പരിപാലിക്കട്ടെ. വൺസ് അഗെയിൻ ലവ് യു.